കഴിഞ്ഞ ദിവസങ്ങളിലേ ഒരു വ്യക്തി എൻ്റെ അടുത്ത് കുറേ സങ്കടങ്ങൾ പറഞ്ഞു, എന്നെ പിടിച്ചു നിർത്തി പറഞ്ഞതാണ്. അപ്പോൾ അവരോട് പറയാൻ വേണ്ടി കർത്താവ് എന്നോട് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഞാൻ ഇനി നിങ്ങളോട് പറയാൻ പോണത്. എന്താണെന്നറിയാമോ? അവരോട് പറഞ്ഞതെന്നറിയാമോ? അവർ ഭയങ്കര ഹാപ്പി അത് കേട്ടപ്പോൾ. ഇത് കർത്താവിൻ്റെ മരണം പ്രഖ്യാപിക്കാനുള്ള വേദനകളാണ്. നമ്മുടെ എല്ലാ വേദനകളും അതിലൂടെയാണ് നമ്മുടെ ശരീരത്തിൽ കർത്താവിൻ്റെ മരണം പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ പ്രഖ്യാപിക്കുമ്പോഴാണ്, അങ്ങനെ പ്രഖ്യാപിക്കുന്നവർക്ക് മാത്രമേ കർത്താവിൽ ഉയർപ്പ് വിശ്വസിച്ചിട്ട് കാര്യമുള്ളൂ. അങ്ങനെ ഉയർപ്പ്, മരണം പ്രഖ്യാപിച്ച് ഉയർപ്പ് വിശ്വസിക്കുന്നവർക്കാണ് കർത്താവിന് വരവിനെ കാത്തിരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാ വേദനകളും കർത്താവിൻ്റെ വരവിനെ കാത്തിരിക്കാൻ വേണ്ടിയുള്ള ഒരുക്കമായിട്ട് കരുതണമെന്ന് പറഞ്ഞപ്പോൾ ഷി വാസ് സോ ഹാപ്പി ദെൻ. 2 Corinthians 4:10 യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണം ഞങ്ങൾ എല്ലായ്പ്പോഴും ശരീരത്തിൽ സംവഹിക്കുന്നു. ശരീരത്തിൽ സംവഹിക്കുന്നു. അപ്പം മരണം പ്രഖ്യാപിക്കുന്നവർക്ക് മാത്രമേ ഉയർപ്പിൽ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ഉയർപ്പിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. കാര്യം കേവലമായ ഉയർപ്പില്ലല്ലോ, മരിച്ചു കഴിഞ്ഞാൽ ഉയർത്തേക്കുന്നത്. ഇപ്പം കർത്താവിൻ്റെ പീഡാസഹനങ്ങളെക്കുറിച്ച് അത് നമ്മുടെ ശരീരത്തിൽ ഏറ്റിട്ട് പ്രഖ്യാപിക്കുമ്പോൾ ആ മരണം പ്രഖ്യാപിക്കുന്നവർക്ക് മാത്രമേ ഉയർപ്പിൽ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. ഇനി രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയർപ്പിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ വരവ് കാത്തിരിക്കാനും പറ്റത്തുള്ളൂ. അതല്ലേ പൗലോസ് പറയണത്. അപ്പോൾ ഇത് മരണം പ്രഖ്യാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് +2 പ്രവേശിക്കണം. എന്ത് ചെയ്യണം? 10ാം ക്ലാസ് പാസ്സാകണം, അല്ലേ? നമുക്ക് ഗ്രാജുവേഷൻ വേണം. ഗ്രാജുവേഷൻ മുമ്പ് നമ്മൾ +2 പാസ്സാകേണ്ടി വരും. അതിനുശേഷം പോസ്റ്റ് ഗ്രാജുവേഷൻ. അപ്പോൾ എന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോ ഡിഗ്രീസ് പ്രൊഫഷൻ കൂടുമ്പോൾ അതിൻ്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വെരിഫൈ ചെയ്ത് പോകണം. 10ാം ക്ലാസ് പാസ്സായി മരണം പ്രഖ്യാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 10ാം ക്ലാസ് പാസ്സായെന്ന് വിചാരിച്ചോ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഉയർപ്പ് വിശ്വസിക്കാൻ പറ്റണത്. ഉയർപ്പ് വിശ്വസിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ +2 പോലെയാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ 2nd ഗ്രേഡാണ്. അതിൻ്റെ ഏറ്റവും ടോപ്പ് ഗ്രേഡ് എന്താ? വരവ് കാത്തിരുന്നുകൊണ്ട് ജീവിക്കണമെന്ന്. നമ്മുടെ ഓരോ ജീവിതത്തിലും യജമാനൻ വരുമെന്നുള്ള ഈ വരവിൻ്റെ കാത്തിരിപ്പാണ് വിശുദ്ധി ഉൽപ്പാദിപ്പിക്കുന്നത്. ആണ് വിശുദ്ധിയെ തികച്ച് നാം കാത്തിരിക്കുക എന്ന് പറയുന്നത്. കർത്താവിൻ്റെ വരവിനെ ഉദ്ദേശിച്ചാണ് നമ്മൾ നീതിയോടെ പെരുമാറണത്, സ്നേഹത്തോടെ പെരുമാറണത്, സഹനത്തിന് സുവിശേഷത്തിന് സാക്ഷിയാകണത്. ഇതെല്ലാം വരവിൻ്റെ ലക്ഷ്യമാണ്. അതുകൊണ്ടാണ് നിങ്ങളത് കുർബാന, ഇതെല്ലാം ഉണ്ട്, ഇതെല്ലാം കൂടി ആചരിക്കുന്നതാണ് കുർബാന. അതുകൊണ്ടാണ് കുർബാനയെ പോലെ ദൈവത്തിന് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞത്. അത്രയ്ക്ക് ടോപ്പാണ് പരിശുദ്ധ കുർബാന. 1 Corinthians 11:26 നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് സംഭവം. ഇപ്പം പ്രഖ്യാപനമാണ് എൻ്റെ ഇത് വരുന്നത്. ഓരോ സഹന സാഹചര്യങ്ങളിലും വരണത് കർത്താവിൻ്റെ മരണത്തിന് പ്രഖ്യാപനമാണ്. അതെന്താണ്? അവൻ്റെ പ്രത്യാഗമനം വരെയാണ് അത് നമ്മൾ ചെയ്യേണ്ടി വരണത്. ഇപ്പം ഇതിൻ്റെ അകത്തുള്ള ഒരു ബൈ സെക്ഷൻസ് ആഴമായിരുന്ന, ഇപ്പം എന്തെങ്കിലും ഒരാൾ നിന്നെ കുറ്റം പറഞ്ഞു, ഒരാൾ നിന്നെ ഇടിച്ചു താത്തി, ഒരാൾ നിന്നെ അപമാനിച്ചു, അപ്പോൾ അതെല്ലാം ഈ മരണത്തിൻ്റെ പ്രഖ്യാപനത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ കർത്താവിൻ്റെ ഉയർപ്പ് വിശ്വസിച്ച് വരവ് കാത്തിരുന്നുകൊണ്ട് അതിജീവിച്ച് മുന്നേറണം. ഈ ക്രിസ്ത്യ ജീവിതം ഭയങ്കര രസമാണ്. പക്ഷേ ഒരു നോൺസെൻസ് പാർട്ടിക്ക് ഇതൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് സുവിശേഷം എപ്പോഴും അപ്ഡേറ്റായിട്ട് ജീവിക്കാൻ വേണ്ടി നമ്മൾ നിരന്തരം സുവിശേഷം, ഇപ്പോൾ എല്ലാവരും ഇപ്പം അച്ഛൻ സംസാരിക്കണില്ലേ, എന്തിനാ ഉദ്ദേശിക്കുന്നത്? ഡെയിലി ബ്രെഡ് എന്നാണ് പറയണത്. അത് ആ ദിവസങ്ങളിലുള്ള ഭക്ഷണം കഴിച്ച് നമ്മൾ സത്യസന്ധമായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്നവരും തേടുന്നവരും വിശ്വാസത്തിൽ ഉറച്ച ജീവിതം നയിച്ച് നല്ല ദൈവസ്നേഹത്തിൻ്റെ സാക്ഷികളായി ജീവിക്കും. പ്രൈസ് ദി ലോർഡ്.